ഓക്കെ, നമുക്കപ്പോ SIPയുടെ FICO കണ്ടിന്യൂഷൻ എടുക്കാം. SIPയിൽ എന്റർപ്രൈസ് സ്ട്രക്ചർ ഡെഫിനിഷൻ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ മെയിൻ കമ്പനി ക്രിയേഷൻ, കമ്പനി കോഡ് ക്രിയേഷൻ, കമ്പനി കോഡ് അസൈൻമെന്റ്, ഇത്രയും കാര്യങ്ങളാണ് ചെയ്തത്. ഇനി കഴിഞ്ഞ ദിവസം നിങ്ങൾ ആ ഒരു അസൈൻമെന്റ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതാണ് ആ ലോക്ക് എൻട്രീസ് എന്ന് പറയുന്നത്. അതെന്താ നമുക്കൊന്ന് നോക്കാം. അതുപോലെ കുറച്ച് പേരുടെ ID ശരിയായിട്ടുണ്ട് കേട്ടോ. ആ ഡാറ്റ തന്നവരുടെ അത് ഷെയർ ചെയ്ത് തരാം. ഓക്കെ, ഇവിടെ ഇപ്പൊ സെർവറിൽ ലോഗിൻ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ദിവസം നമുക്ക് വന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഇതായിരുന്നു. ലോക്ക് എൻട്രീസ് എന്ന് പറഞ്ഞ സിറ്റുവേഷൻ ആയിരുന്നു നമുക്ക് വന്നത്. ഓക്കെ, അതപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം. അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു PDF ആയിട്ട് അയച്ചു തരാം. അതായത് നമ്മുടെ എന്റർപ്രൈസ് സ്ട്രക്ചർ ആയിട്ട് റിലേറ്റ് ചെയ്തല്ല, ജനറലി നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ ലോക്ക് എൻട്രീസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇടക്കിടക്ക് ഈ പറഞ്ഞ ലോക്കിങ് വരും. ഈ ലോക്കിങ് വരുന്നത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത ആക്ടിവിറ്റി എല്ലാനും ഈ വിൻഡോന്ന് എടുത്ത് ചെയ്യുന്നതാണ്. ഇനിയിപ്പോ വരുന്ന വിൻഡോ ആണ്, ഇതാണ് കൺസൾട്ടന്റ് വിൻഡോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിൻഡോയില് കമ്പനിയുടെ കസ്റ്റമൈസിങ്ങും സെറ്റിങ്സും ആണ് ചെയ്യുന്നത്. അതായത് പ്രധാനപ്പെട്ട കുറെ വിവരങ്ങൾ അടങ്ങുന്ന ഒരു പേജാണ് ഇത്. അപ്പോൾ ഈ പേജില് ഒരു കമ്പനിയിലുള്ള എല്ലാ സ്റ്റാഫുകളും കയറി വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സെർവർ സ്ലോ ആവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ കമ്പനിയിൽ അനാവശ്യമായിട്ടുള്ള എഡിഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഇപ്പൊ ഒരാളോട് ഇപ്പോ ഒരു കാര്യം എഡിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അതേ സംഭവം തന്നെ വേറെ ഒരാളും കൂടി പോയിട്ട് എഡിറ്റ് ചെയ്യണമെങ്കിൽ ക്ലാഷ് വരും, പ്രശ്നങ്ങൾ വരും. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനുള്ള SIPയുടെ ഒരു സെക്യൂരിറ്റി ഫീച്ചറാണ് ഈ പറഞ്ഞ ലോക്ക് എൻട്രീസ് എന്ന് പറഞ്ഞത്. അതായത് ഇതൊരു സെക്യൂരിറ്റി ഫീച്ചറാണ്. ആവശ്യമില്ലാത്ത എഡിഷൻസ് നമ്മളുടെ കമ്പനിയിൽ വരാതിരിക്കാനായിട്ടാണ്. കൺസൾട്ടന്റ് മെനുവിലാണ് ഈ പറഞ്ഞ ലോക്കിംഗ് എന്ന് പറഞ്ഞ ഇഷ്യൂ വരുന്നത്. അതായത് ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ ദിവസം ചെയ്ത ഈ OX15 ഇവിടെ ഡെഫിനേഷനിൽ നിന്ന് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നിന്ന് ഡിഫൈൻ കമ്പനി എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്ത് കഴിയുമ്പോൾ വരുന്ന വിൻഡോ ആണ്. അപ്പൊ അത് കൺസൾട്ടന്റ് വിൻഡോയിലുള്ള ഒരു കാര്യം. ഇനി അത് കഴിഞ്ഞിട്ട് കമ്പനി കോഡ് OX02 ചെയ്തതും ഇങ്ങനെയുള്ളൊരു പേജിൽ നിന്നാണ് ചെയ്തത്. അതായത് കൺസൾട്ടന്റ് മെനുവിലാണ് ചെയ്തത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് ലോക്കിംഗ് വന്നു. ഇനി അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന അസൈൻമെന്റ് എന്ന് പറഞ്ഞ സ്റ്റെപ്പും ഇവിടെ ഡെഫിനിഷന്റെ താഴെയായിട്ട് അസൈൻമെന്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്. അതെടുത്ത് നോക്കുമ്പോൾ അവിടെയും ഫസ്റ്റ് ഓപ്ഷൻ അസൈൻ കമ്പനി കോഡ് ടു കമ്പനി, അതും അപ്പൊ നോക്കുമ്പോൾ കൺസൾട്ടന്റ് വിൻഡോയിലുള്ള ഒരു കാര്യം വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇന്നലെ ചെയ്ത എല്ലാ കാര്യങ്ങളും കൺസൾട്ടന്റ് വിൻഡോയിലുള്ള ഒരു കാര്യം വരുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ പരസ്പരം ഇങ്ങനെ ലോക്ക് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. അതായത് ഇപ്പോ ജസീം കയറുമ്പോൾ ചിലപ്പോൾ സോജിക്ക് ലോക്ക് വരും, അപ്പൊ സോജി കയറുമ്പോൾ അടുത്ത ആൾക്ക് ലോക്ക് വരും. അങ്ങനെ അങ്ങനെ പരസ്പരം ഇങ്ങനെ ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ ലോക്കിംഗ് വരുന്നത് ഒന്നോർത്താൽ നല്ലതാണ്, കാരണം അതൊരു സെക്യൂരിറ്റി ഫീച്ചറാണ്. ആവശ്യമില്ലാത്ത ഒരു കമ്പനിയിലൊക്കെ ആകുമ്പോൾ വേറൊരാള് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ യൂസർ ID കാണാൻ പറ്റും. അതായത് ഇപ്പൊ ഈ ഒരു സ്ക്രീൻഷോട്ടിൽ നോക്കാം, ഈ ഒരു ഡാറ്റ ഒരു യൂസർ ലോക്ക് ചെയ്തു എന്നാണ് കാണുന്നത്. ഇതിപ്പോ നമ്മൾക്ക് കിട്ടുന്ന ID എന്ന് പറയുന്നത്, അതായത് ഇപ്പോ നിലവില് ഞാനിപ്പോ ലോഗിൻ ചെയ്തിട്ടുള്ള ID എന്ന് പറയുന്നത് യൂസർ. ഓക്കെ, എന്റെ നിലവിലെ ID ആക്റ്റീവ് 22 എന്ന് പറഞ്ഞ ID ആണ്. ആക്റ്റീവ് 22. ചില കമ്പനിയിൽ നമ്മളുടെ പേര് തന്നെ ആയിരിക്കും നമ്മളുടെ ID. ഓക്കെ, അതായത് ഇപ്പോ ജസീം എന്നാണ് പേരെങ്കിൽ ID യുടെ പേര് ജസീം തന്നെ ആയിരിക്കും. ഓക്കെ,
അപ്പൊ ഐ ഡി ഡിസൈൻ ചെയ്യുന്ന ആളിലാണ് ഇതേപോലെയുള്ള എന്ത് പേര് വരണം എന്ന് അയാൾ തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ വേറെ ഒരാളെ സ്ക്രീൻ ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഐഡിയ ആയിരിക്കും അയാളുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നത്. അതായത് വേറെ ഒരാൾ ഈ സ്ക്രീനിൽ ഓൾറെഡി കയറി നിൽപ്പുണ്ട്, നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള മെസ്സേജ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മെസ്സേജ് വരുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇവിടെ യെസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും, നോ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. സിസ്റ്റം യെസ് ചോദിക്കുന്ന ഇതാണ്, ഡു യു വാണ്ട് ടു ഡിസ്പ്ലേ ലോക്ക് ഡാറ്റ? ലോക്ക് ആയിട്ടുള്ള അവസ്ഥയിൽ ഡാറ്റ കാണിക്കണം എന്നാണ് സിസ്റ്റം ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് യെസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതായത് ഈ ലോക്കിംഗ് വരുന്ന എപ്പോഴാന്ന് വെച്ചാൽ, നിലവിലിപ്പോ ഞാൻ OX15 നിൽക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ OX15 എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇവിടെ നിന്ന് എക്സിക്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ടി കോഡ് ടൈപ്പ് ചെയ്താലും മതി. തൽക്കാലം ഞാനൊന്ന് ടി കോഡ് ടൈപ്പ് ചെയ്യുന്നു, /OX15 എന്ന് പറഞ്ഞൊന്ന് ടൈപ്പ് ചെയ്യും. ഇനി എന്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, അവിടെ OX15 എക്സിക്യൂട്ട് ആയി. ഓക്കെ, OX15 എക്സിക്യൂട്ട് ആയിട്ടുണ്ടെങ്കിൽ ആ സ്ക്രീൻ ഇപ്പൊ ലോക്ക് അല്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ ന്യൂ എൻട്രീസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ എഡിറ്റ് ചെയ്യാനും പറ്റും. അങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്ക്രീൻ ലോക്ക് അല്ല എന്നാണ് മീൻ. ഇനിയിപ്പോ ഇതേ സ്ക്രീൻ തന്നെ ഞാൻ വീണ്ടും എടുക്കുകയാണെങ്കിൽ, അതായത് ഇവിടെ കൺസൾട്ടന്റ് മെനു സെയിം കാര്യം തന്നെ എടുക്കാൻ നോക്കി കഴിയുമ്പോഴാണ് ഓക്കെ ഇങ്ങനെ മെസ്സേജ് വരുന്നത്. ആ സ്ക്രീനിൽ ഓൾറെഡി ഒരാളുണ്ട്. അതായത് ഇപ്പൊ ആ സ്ക്രീൻ ലോക്ക് ചെയ്തിട്ടുള്ള ആരാണ്? ഞാൻ തന്നെയാണ്. അതുകൊണ്ടാണ് എന്റെ യൂസർ ഐ ഡി ആയ active22 ലോക്ക് ചെയ്തു എന്നുള്ള മെസ്സേജ് വരുന്നത്. അപ്പോ ഈ മെസ്സേജ് നമ്മളിവിടെ ക്ലാസ്സിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും വരും. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മാത്രമായിട്ടൊരു സെർവർ ഇല്ല, നമ്മളെല്ലാവരും ഒറ്റ സെർവറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഒരാള് ഒരു സ്ക്രീനിൽ ഇങ്ങനെ കയറി പോയിട്ടുണ്ടെങ്കിൽ ഈ ലോക്കിംഗ് വരുന്നതുകൊണ്ട് ഒരു പ്രശ്നമാണ്. കാരണം എന്താ വെച്ചാൽ വേറെ ഒരാൾക്ക് സ്ക്രീനിലൊന്നും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് ട്രെയിനിങ് സിറ്റുവേഷനിൽ ഇതൊരു ഇഷ്യൂ ആണ്. കാര്യം ഇതൊരു സെക്യൂരിറ്റി ഫീച്ചർ ആണെങ്കിലും ട്രെയിനിങ് സിറ്റുവേഷനിൽ ഇതൊരു പ്രശ്നമാണ്. അപ്പൊ ഇങ്ങനെ മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് യെസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ യെസ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പേജ് ലോക്ക് ആയിട്ട് തന്നെ ആയിരിക്കും കാണിക്കുന്നത്. അതായത് ആ ന്യൂ എൻട്രീസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. ഈ വിൻഡോയും ഈ വിൻഡോ തമ്മിലുള്ള വ്യത്യാസം ആ ഒരു ന്യൂ എൻട്രീസ് കാണുന്നില്ല. ഓക്കെ, അപ്പൊ അത് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് സൊല്യൂഷൻ നോക്കാം. ഫസ്റ്റ് ചെയ്യേണ്ടത്, സ്ക്രീൻ ലോക്ക് ആണെങ്കിൽ നമുക്ക് എഡിറ്റോ ആഡോ ചെയ്യാൻ പറ്റില്ല ഡാറ്റ. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് യെസ് വേണം ക്ലിക്ക് ചെയ്യാനായിട്ട്. യെസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻ ലോക്ക്ഡ് മോഡിലായിരിക്കും വരുന്നത്. ഇനി രണ്ട് സൊല്യൂഷൻ ഉണ്ട് ഇങ്ങനെ ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ. ഫസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് സ്ക്രീനിലുള്ള ഈ ഒരു ബട്ടൺ കിടപ്പുണ്ട്, അതായത് ഒരു ഗ്ലാസിന്റെ പെന്നിന്റെ ചിഹ്നം, അതാണ് ഡിസ്പ്ലേ ഓർ ചേഞ്ച്. ആപ്ലിക്കേഷൻ ടൂൾ ബാറിലെ ആ ഒരു ഓപ്ഷൻ ആണ് ക്ലിക്ക് ചെയ്ത് നോക്കേണ്ടത്. അതായത് ഇവിടെ വരുമ്പോൾ ഇതിപ്പോ ലോക്കല്ല, ഇവിടെ ഈ ഒരു ഗ്ലാസ് പെൻ സിമ്പല് അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓക്കെ ഇപ്പോഴത് ലോക്കാണെന്ന് പറയുന്നുണ്ട്. അതായത് അത് ക്ലിക്ക് ചെയ്തപ്പോൾ സ്റ്റിൽ ലോക്ക് എന്ന് പറയുന്നുണ്ട്. സപ്പോസ് ഞാൻ ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ ക്ലോസ് ആയി, അതായത് ലോക്ക് ചെയ്ത ആള് ആ പേജിൽ നിന്ന് പോകും. അങ്ങനെ പോന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ ഇത് അൺലോക്ക് ആയി കിട്ടും. ഓക്കെ, അതായത് ആരാണോ ആ സ്ക്രീനിൽ ഉണ്ടായിരുന്നത് അയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്താൽ മതി, അൺലോക്ക് ആയി കിട്ടിക്കോളും. അപ്പൊ അതാണ് ഫസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഇതില് നടന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ നമ്മൾ ലോക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഓക്കെ ഇപ്പൊ ലോക്ക്ഡ് ആണ്, യെസ് കൊടുക്കുന്നു. ഇവിടെ വീണ്ടും ഡിസ്പ്ലേ ചേഞ്ച് ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ ഇതിപ്പോ വീണ്ടും മെസ്സേജ് വന്നോണ്ടിരിക്കുകയാണ്. കാരണം നേരത്തെ ആ പേജിൽ നിൽക്കുന്ന ആള് അതേ പേജിൽ തന്നെയാണ്, അവിടെ നിന്ന് പോന്നിട്ടില്ല, സെയിം പേജിൽ തന്നെയൊക്കെയാണ്. അപ്പൊ നമ്മൾ എത്ര ഈ ഡിസ്പ്ലേ ചേഞ്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും അൺലോക്ക് ആവില്ല. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനാണ് കഴിഞ്ഞ ദിവസം നിങ്ങൾ യൂസ് ചെയ്ത ടി കോഡ് യൂസ് ചെയ്യേണ്ടത്. അതായത് സ്റ്റിൽ ലോക്ക്ഡ് ആണെങ്കിൽ മാത്രം ഈ ടി കോഡ് യൂസ് ചെയ്യാം. SM12 എന്നുള്ള ടി കോഡാണ് യൂസ് ചെയ്യേണ്ടത്. /O പ്രിഫിക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അതായത് കാരണം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഈ SM12 എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരുന്നത്? നമ്മുടെ സ്ക്രീനിൽ ലോക്ക് ആയതുകൊണ്ട്. അപ്പോ ഈ SM12 വെറുതെ എന്റർ കീ പ്രസ് ചെയ്ത് വെറുതെ ടി കോഡ് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് എന്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യില്ല. കാരണം ടി കോഡ് ഫസ്റ്റ് പേജിൽ മാത്രമേ എക്സിക്യൂട്ട് ആവുള്ളൂ.
അപ്പൊ ഒന്നില്ലെങ്കിൽ ഈ പേജിൽ നിൽക്കുമ്പോൾ /n അല്ലെങ്കിൽ /o യൂസ് ചെയ്യേണ്ടി വരും. എന്നാലേ പുതിയ വിൻഡോയിൽ അത് ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, അപ്പോ ഇവിടെ /o ആണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ /o ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എൻ്റർ അടിക്കുമ്പോൾ നോക്കാം, പഴയ വിൻഡോ, ലോക്കായ വിൻഡോയുടെ പുറകിൽ തന്നെ കിടക്കും. ഇത് അൺലോക്ക് ചെയ്തിട്ട് തിരിച്ച് വീണ്ടും ഇതിലേക്ക് തന്നെ വരണം. അതിപ്പോ /n കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങോട്ട് ക്ലോസ് ആയി പോകും. അപ്പോഴേക്കും നമ്മുടെ ക്ലാസ്സിലെ സിറ്റുവേഷൻ ആണെങ്കിൽ, അതായത് ഇപ്പോ സോജി ആണ് ഇത് ചെയ്യാൻ നോക്കുന്നതെങ്കിൽ സോജി ഇത് അൺലോക്ക് ചെയ്ത് വരുമ്പോഴേക്കും ചിലപ്പോൾ അനീസ് കയറിയിട്ടുണ്ടാവും. അപ്പൊ വീണ്ടും പണിയാവും. ഓക്കെ, അതേസമയം നമ്മൾ ഈ വിൻഡോ ഓൾറെഡി ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പം പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ വേണ്ടത് കുറച്ചും കൂടി സ്പീഡ് വേണം, പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ. കാരണം എന്താ വെച്ചാൽ നമ്മളുടെ ഇപ്പോൾ ക്ലാസ്സിലുള്ള ഒരു 10 പേരുണ്ടെങ്കിൽ ആ 10 പേര് പരസ്പരം ലോക്കിങ് വരും. പിന്നെ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റുഡന്റ് ഇതേ പേജിൽ വരുന്നുണ്ടെങ്കിൽ അവരും ലോക്ക് ചെയ്യും. ഓക്കെ, അതായത് ഇപ്പൊ ബിസി അവേഴ്സ് ഒക്കെ നമ്മളിപ്പോ നിൽക്കുന്ന ഇപ്പൊ 10 മണി ആ സമയത്തൊക്കെ ആണെങ്കിൽ മിക്ക ഇൻസ്റ്റിറ്റ്യൂട്ടും അവരുടെ ബാച്ച് ചിലപ്പോൾ ഈ സമയത്താണെങ്കിലും ഒരു 10-30 പേരൊക്കെ ഒരേ പേജിൽ തന്നെ വരും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇതിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഇടുന്നതാണ് എപ്പോഴും സേഫ്. പെട്ടെന്ന് കാര്യം ചെയ്യാനായിട്ട് നല്ലത് ഇതാണ്, /o യൂസ് ചെയ്യുന്നതാണ്. ഇനി ഈ ഒരു സ്ക്രീൻഷോട്ടില് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നിങ്ങൾ ചെയ്തത് തന്നെയാണ്. ഈ ഒരു യൂസർ നെയിം ബ്ലാങ്ക് ആക്കി വെക്കുക. അതായത് യൂസർ നെയിം ഫീൽഡ് ക്ലിയർ ചെയ്യുക, ബ്ലാങ്ക് ആക്കിയിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് തന്നെ ഇവിടെ ചെയ്യുന്നു. യൂസർ നെയിം ഫീൽഡ് ബ്ലാങ്ക് ആക്കുക. ഇതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാം, അതായത് Activity22 എന്റെ യൂസർ ഐ ഡി അല്ല സ്ക്രീൻ ലോക്ക് ചെയ്തിട്ടുള്ളത്, വേറെ ഒരാളുടെ യൂസർ ഐ ഡി ആണ് സ്ക്രീൻ ലോക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ യൂസർ നെയിം സ്വന്തം കൊടുക്കരുത്. അത് ക്ലിയർ ആക്കി എൻ്റർ കീ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സെർവറിൽ ആരൊക്കെ ഏതൊക്കെ സ്ക്രീൻ ലോക്ക് ചെയ്തിട്ടുണ്ടോ അതെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. അതായത് ഇപ്പൊ Activity22 എന്റെ യൂസർ ഐ ഡി കാണുന്നുണ്ട്, വേറൊരു യൂസർ ഐ ഡിയിൽ വേറെ ആരോ ഏതോ ഒരു പേജ് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ആരൊക്കെ പേജ് ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. ഇത് ബിസി അവേഴ്സ് ആണെങ്കിൽ ഈ ലിസ്റ്റിന്റെ അളവ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. നിലവിൽ ഇപ്പൊ 10 മണി ആയിട്ടുള്ളൂ, അതുകൊണ്ട് ഒരുപാട് പേര് സെർവറിൽ വന്നിട്ടില്ല. അതുകൊണ്ട് അധികം ഇൻഫോർമേഷൻ അല്ലെങ്കിൽ യൂസർ ഐ ഡീസ് കാണുന്നില്ല. ഇനിയിപ്പോ നമ്മൾ ചെയ്യേണ്ടത് ഈ ലോക്കിംഗ് ആണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത്, അല്ലാതെ അവരുടെ ഡാറ്റ അല്ല നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത്. അതായത് അവരുടെ ആ ഒരു സ്ക്രീൻ ലോക്ക് എന്നുള്ള ഒരു ആന്റിവൈറസ് പോലെയുണ്ട്. ഈ ആന്റിവൈറസ് നമ്മളൊന്ന് ഓഫ് ചെയ്തിടും എന്നുള്ള രീതിയിൽ. അതായത് നമ്മളുടെ ഫോണിലെ ഒരു സെക്യൂരിറ്റി ഒന്ന് ഡിസേബിൾ ചെയ്തിടും. അല്ലാതെ അവരുടെ ഡാറ്റ പോയി ഡിലീറ്റ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല. ജസ്റ്റ് ആ ഒരു ലോക്ക് അഴിക്കുന്നു, ആ ഒരു കാര്യം മാത്രം നമ്മൾ ചെയ്യുന്നു. അപ്പോ ഇവിടെ ഇങ്ങനെ കുറെ പേര് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കൺട്രോളും എയും പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ സെലക്ട് ഓൾ എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്താലും മതി. കൺട്രോൾ എ ആണ് ഏറ്റവും എളുപ്പം. ആ ഷോർട്ട് കട്ട് ഇവിടെ സ്ക്രീൻഷോട്ട് എഴുതിയിട്ടുണ്ട്. ലോക്ക് എൻട്രീസ് ഇതേപോലെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ കൺട്രോൾ എ പ്രസ് ചെയ്യുക, ഫുള്ള് സെലക്ട് ആവും. ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഷോർട്ട് കട്ടാണ് Shift+F2 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇവിടെ റീസൈക്കിൾ പിന്നിന്റെ സിമ്പിൾ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഡിലീറ്റ് ആയി കിട്ടും. ഓക്കെ, അപ്പൊ ഡിലീറ്റ് ചെയ്യാം. യെസ് കൊടുക്കുക, ഡിലീറ്റ് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ. ഓക്കെ, അത് ഡിലീറ്റ് ആയി. ഇനി ചില സാഹചര്യങ്ങളിൽ നമ്മൾ എത്ര ഡിലീറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും ചിലപ്പോൾ സ്ക്രീൻ ബ്ലാങ്ക് ആവില്ല. അപ്പൊ അങ്ങനെ ബ്ലാങ്ക് ആവുന്നില്ലെങ്കിൽ ഇതേ പ്രോസസ്സ് തന്നെ സ്ക്രീൻ ഓൾമോസ്റ്റ് ക്ലിയർ ആവുന്നവരെ റിപ്പീറ്റ് ചെയ്യുക. അതായത് കൺട്രോൾ എ Shift+F2 അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സ്ക്രീൻ ഇതിങ്ങനെ ബ്ലാങ്ക് ആവുന്നത് വരെ, അല്ലെങ്കിൽ 1-2 മാത്രം റിപ്പീറ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഡിലീറ്റ് ചെയ്യുക. ആ പ്രോസസ്സ് അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ ലോക്കായിട്ടുള്ള ആ വിൻഡോയിലേക്ക് തിരിച്ചു വരാം. നേരത്തെ ലോക്കായിട്ടുള്ള ആ വിൻഡോയിലേക്ക് തിരിച്ചു വരാനായിട്ട് ഒന്നില്ലെങ്കിൽ താഴെ ടാസ്ക് ബാറിൽ പോവാം. ഇവിടെ SAPയിൽ നേരത്തെ ലോക്കായിട്ടുള്ള വിൻഡോ ഇതായിരുന്നു. ഓക്കെ, ആ വിൻഡോയിലേക്ക് വരാം. അല്ലെങ്കിൽ അറിയാവുന്ന ഷോർട്ട് കട്ട് ഇതായിരുന്നു, ഓൾട്ടും ടാബും പ്രസ് ചെയ്ത് ലോക്കായിട്ടുള്ള വിൻഡോയിലേക്ക് വരാം. ഇവിടെ ഡിസ്പ്ലേ ഓർ ചേഞ്ച് എന്ന് പറഞ്ഞ ബട്ടൺ കിടപ്പുണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് നോക്കാം, അൺലോക്ക് ആയി കിട്ടും. ഓക്കെ, ഇതാണ് ഇന്നലെ ചെയ്തത്. അതായത് ഇത് SAPയുടെ ഒരു സെക്യൂരിറ്റി ഫീച്ചറാണ്. അപ്പോൾ ഇനി കുറച്ച് സ്റ്റെപ്പ്, അതായത് ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ഒരു 19 സ്റ്റെപ്പ് ഉണ്ട്. ആ 19 സ്റ്റെപ്പ് നമ്മൾ കൺസൾട്ടന്റ് വിൻഡോയിലായിരിക്കും ചെയ്യുന്നത്. അപ്പൊ കൺസൾട്ടന്റ് വിൻഡോയിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലോക്കിംഗ് വരും. ആ ലോക്കിംഗ് വരുന്ന സമയത്ത് ഇതാണ് അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ
ഓക്കെ, ഇത് ഞാനപ്പോ സേവ് ചെയ്തിട്ട് ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം. ഓക്കെ, അപ്പൊ ലോക്ക് വരികയാണെങ്കിൽ കണ്ടൂര് പോയിട്ട് ഓക്കെ. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ഈ ഡിഫൈൻ ബിസിനസ് ഏരിയ, ഇതുവരെയാണ് എല്ലാവരും കോൺഫിഗർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കമ്പനിയുടെ ഡീറ്റെയിൽസ് എല്ലാവരും ഇതേപോലെ ഒരു ഡാറ്റാബേസ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, ഇത്രയും കോഡാണ് ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നിന്നത് ചാർട്ട് ഓഫ് അക്കൗണ്ട്സിലായിരുന്നു. ഓക്കെ, ഈ ചാർട്ട് ഓഫ് അക്കൗണ്ട്സിലാണ് നമ്മൾ കമ്പനിയുടെ അക്കൗണ്ടുകൾ എന്തൊക്കെയായിരിക്കും, അതിന്റെ ക്ലാസിഫിക്കേഷൻ എന്തായിരിക്കും എന്ന് തരംതിരിക്കുന്നത്. അതായത് ഇപ്പോ അക്കൗണ്ടുകൾ എന്ന് പറയുമ്പോൾ ഓക്കെ ശരി, ഓക്കെ, ഏത് കമ്പനി ആയി കഴിഞ്ഞാലും അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇത്. അക്കൗണ്ടിങ്ങില് ബേസിക് ആയിട്ട് നമുക്ക് ഉണ്ടാവുന്ന അക്കൗണ്ടുകളെ ഇങ്ങനെ തരംതിരിക്കുക. അതായത് അസറ്റുകൾ ഉണ്ടാകും, ബാധ്യതകൾ ഉണ്ടാകും, ചെലവുകൾ, ഇൻകം, സ്വത്ത്, ബാധ്യത, ചെലവ്, വരുമാനം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ടും അക്കൗണ്ടിങ്ങിൽ ഉണ്ടാവുന്നത്. അപ്പോ ഇതിനെയൊക്കെ നമുക്ക് മെയിൻ ഗ്രൂപ്പ് എന്ന് വിളിക്കാം. അതായത് പ്രധാന ഗ്രൂപ്പുകൾ എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ഇനി എല്ലാ ബിസിനസ്സും നിലനിൽക്കുന്നത് കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള വിവരങ്ങൾ കിട്ടാനായിട്ടാണ്. അപ്പോ അക്കൗണ്ടിങ് വളർന്നതിന്റെ ഒപ്പം ഈ പറഞ്ഞ അസറ്റ്സിന്റെ ലയബിലിറ്റീസിന്റെ ഒക്കെ ക്ലാസിഫിക്കേഷൻ കൂടി ഇപ്പോൾ ബാക്കി ഇവിടെ ഇരിക്കുന്ന, അതായത് അഫ്സൽ ഒഴിച്ച് ബാക്കി എല്ലാവരും വേറെ കുറച്ച് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം അഫ്സലാണെങ്കിൽ ഇപ്പൊ പുതിയതാണ്. അപ്പം ഈ അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്ന അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന ഒരു ഡിവിഷൻ അളവ് കൂടും. അതായത് ഇപ്പോ അസറ്റുകളെ തന്നെ നമുക്ക് വേണമെങ്കിൽ കറണ്ട് അസറ്റ് എന്നും ഫിക്സഡ് അസറ്റ് എന്നും രണ്ടായിട്ട് വേർതിരിക്കാം. കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന സ്വത്തുക്കൾ. ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് ഒരുപാട് നാള് കമ്പനിയിൽ നിൽക്കുന്ന സ്വത്തുക്കൾ. അതായത് ഇപ്പൊ ഫർണിച്ചർ, ബിൽഡിംഗ്, അതൊക്കെ പെട്ടെന്ന് വെക്കാൻ പറ്റില്ല, കുറെ നാള് നമ്മുടെ കയ്യിൽ നിൽക്കും. അപ്പൊ അതിനെ ഫിക്സഡ് അസറ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ഓക്കെ, ഇനി ലയബിലിറ്റീസിനെ തന്നെ ഷോർട്ട് ടേം ലയബിലിറ്റി എന്നും ലോങ് ടേം ലയബിലിറ്റി എന്ന് നമുക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോ അസറ്റിന് കറണ്ട് അസറ്റ്, ഫിക്സ്ഡ് അസറ്റ്, ബാധ്യതേനെ കുറച്ച് നാളുകൊണ്ട് തീർക്കാൻ പറ്റുന്ന ബാധ്യത, ഒരുപാട് നാളെടുത്ത് തീർക്കാൻ പറ്റുന്ന ബാധ്യത, അങ്ങനെ രണ്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. ഇനി നെക്സ്റ്റ് കാര്യമാണ് എക്സ്പെൻസും ഇൻകം. ഓക്കെ, അപ്പോ അതില് ഈ എക്സ്പെൻസിനെ തന്നെ നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് വിളിക്കാം, പിന്നെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഫാക്ടറി അല്ലെങ്കിൽ പ്രൊഡക്ഷൻ റിലേറ്റഡ് എക്സ്പെൻസുകൾ. ഇനി ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ഇൻഡയറക്ട്ലി ഓഫീസിൽ വരുന്ന ചെലവുകൾ, അതായത് ഇപ്പൊ ഓഫീസ് എക്സ്പെൻസ് എന്ന് പറയാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഉള്ള ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഇനി അതേപോലെ തന്നെ ഇൻകത്തിനെ വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇൻകം ആൻഡ് ഇൻഡയറക്റ്റ് ഇൻകം എന്ന് പറഞ്ഞ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം.
ഇൻകം, ഇൻഡയറക്റ്റ് ഇൻകം. ഓക്കെ, ഇങ്ങനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഓക്കെ, ആ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഇവിടെ കാണുന്നത്. അതായത് മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് അസറ്റ്, ലൈബിലിറ്റി, എക്സ്പെൻസ്, ഇൻകം. ഓക്കെ, ഇനി അതിന്റെ താഴെ നമുക്ക് സബ് ഡിവിഷനുകൾ ഉണ്ട്. ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ്, ഇക്വിറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതിനെ രണ്ടായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. ഇതിൽ ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇക്വിറ്റി എന്ന് പറയുന്നത് ഓണറിന്റെ ഫണ്ടിനെ സൂചിപ്പിക്കുന്നു. അതായത് ക്യാപിറ്റൽ അക്കൗണ്ടിനെ സൂചിപ്പിക്കുന്ന ഒരു അക്കൗണ്ട് ആണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇനി കറണ്ട് ലയബിലിറ്റി, അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞതിൽ ഈ പറഞ്ഞ ഷോർട്ട് ടേം, ലോങ് ടേം എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോ അതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, ഇക്വിറ്റി എന്നുള്ള വാക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ലോങ് ടേം ലൈബിലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഓണറും ബിസിനസ്സും തമ്മിൽ ഒരു ദീർഘകാല ബാധ്യത അല്ലെങ്കിൽ കടപ്പാടാണ് ഉള്ളത്. അപ്പൊ ഇക്വിറ്റി ഗ്രൂപ്പ് കൺഫ്യൂഷൻ ആണെങ്കിൽ ലോങ് ടേം ലൈബിലിറ്റി എന്ന് ഇവിടെ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇക്വിറ്റി എന്നുള്ള പേര് വെക്കാം. അതായത് ഒരുപാട് നാൾ കമ്പനിയിൽ നിൽക്കുന്ന ഒരു ബാധ്യത, അതാണ് ഇക്വിറ്റി, ഓണർ ആയിട്ടുള്ള കടപ്പാട്. പിന്നെ എക്സ്പെൻസിനെ നമ്മൾ ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, ഇൻകത്തിനെ ഡയറക്റ്റ്, ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ തന്നെ അതിന്റെ എക്സാമ്പിൾസും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ലോങ് ടേം യൂസ് ഉള്ള അസറ്റുകൾ എന്ന് പറയുന്നത് മെഷീനറി, ബിൽഡിങ്, കാറ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ലോങ് ടേമിൽ നിൽക്കുന്നത്. പിന്നെ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ, ചെക്ക്, ക്യാഷ്, ഡെപ്റ്ററുകള്, ഇവരൊക്കെയാണ് കറണ്ട് അസറ്റ്. അതായത് പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ. ചെക്ക് പെട്ടെന്ന് ക്യാഷ് ആക്കാം. നമുക്ക് ക്യാഷ് തരാനുള്ള ആളെയാണ് ഡെപ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ അവരെ പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഓണർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ലൈബിലിറ്റിയുമാണ് ഇക്വിറ്റിയിൽ വരുന്നത്. ക്യാപിറ്റൽ, ഡ്രോയിങ്സ് തുടങ്ങിയ കാര്യങ്ങൾ അതിൽ വരും. ഷോർട്ട് ടേം ലൈബിലിറ്റീസ് എല്ലാവരും കറണ്ട് ലൈബിലിറ്റിയിൽ വരും. പിന്നെ എക്സ്പെൻസിന്റെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രൊഡക്ഷൻ റിലേറ്റഡ്, ഫാക്ടറിയിലുള്ള ചെലവുകൾ, ഫാക്ടറിയിൽ ജോലിക്കാരുടെ വേതനം, ഇലക്ട്രിസിറ്റി, അതൊക്കെ ഡയറക്റ്റ് എക്സ്പെൻസിലായിരിക്കും വരുന്നത്. ഓഫീസിലെ എക്സ്പെൻസ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, പ്രൊഡക്ഷനായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത ചെലവുകൾ, അതായത് സാലറി, ഓഫീസിലെ ജോലിക്കാരുടെ സാലറി, ഓഫീസിലെ റെന്റ്, ഓഫീസിലെ ഇലക്ട്രിസിറ്റി, അതൊക്കെ ആയിരിക്കും ഇൻഡയറക്റ്റ് എക്സ്പെൻസിൽ വരുന്നത്. പിന്നെ ഡയറക്റ്റ് ഇൻകം, പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻകംസ്, സെയിൽസ് പോലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഡയറക്റ്റ് ഇൻകത്തിൽ വരുന്നത്. ഇനി ഈ ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ട്രെയിനിങ് ഇൻകം അല്ലെങ്കിൽ ഫീസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ഇൻകം ആണ്, ഡയറക്ട്ലി ബിസിനസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം. ഇൻഡയറക്റ്റ് ഇൻകം എന്ന് പറയുന്നത് മറ്റ് ഓഫീസ് വരുമാനങ്ങൾ, അതായത് കമ്മീഷൻ കിട്ടുന്നു, വേറെ എന്തെങ്കിലും വരുമാനങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് ഇൻകം എന്നുള്ള ക്ലാസിഫിക്കേഷനിലായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോ ഇത്രയും ക്ലാസിഫിക്കേഷൻ ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. നമ്മൾ അത് തന്നെയായിരിക്കും ഇനി സോഫ്റ്റ്വെയറിൽ ക്രിയേറ്റ് ചെയ്തു. ഇനി സോഫ്റ്റ്വെയറിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ രണ്ടായിട്ട് വേർതിരിക്കാം. ഇത് മെയിൻ ഗ്രൂപ്പും ഇതിനെ സബ് ഗ്രൂപ്പുകൾ എന്നും പറഞ്ഞു. ഓക്കെ, നമുക്ക് ഇങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അതായത് മെയിൻ ആയിട്ടുള്ള ഗ്രൂപ്പുകൾ ഇത്രയും, സബ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ ഇത്രയും എന്ന് പറഞ്ഞ് രണ്ടായിട്ടാണ് നമ്മൾ സോഫ്റ്റ്വെയറിന്റെ അകത്തേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ അതിനായിട്ടാണ് നമ്മളിപ്പോ എത്തി നിൽക്കുന്നത് ഈ ഒരു അഞ്ചാമത്തെ സ്റ്റെപ്പിലാണ്. അഞ്ചാമത്തെ സ്റ്റെപ്പിന്റെ കോഡ് ഇതാണ്, OB13. ഓക്കെ, ഈ OB13 നമുക്കൊരു മേജർ ഗ്രൂപ്പും ക്രിയേറ്റ് ചെയ്യണം, സബ് ഗ്രൂപ്പും ക്രിയേറ്റ് ചെയ്യണം. മേജർ ഗ്രൂപ്പിനെയാണ് SAP ഗ്രൂപ്പ് ചാർട്ട് ഓഫ് അക്കൗണ്ട് എന്ന് പറയുന്നത്. സബ് ഗ്രൂപ്പിനെയാണ് SAP ഓപ്പറേറ്റീവ് ചാർട്ട് ഓഫ് അക്കൗണ്ട് പറയുന്നത്. അങ്ങനെ ആ ഒരു കോഡ് വെച്ചിട്ട് മേജർ ഗ്രൂപ്പ്, സബ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അതൊക്കെയാണോ കൺസെപ്റ്റ്? ഓക്കെ, സോ വീണ്ടും SAP ലോഗിൻ ചെയ്യാം.
ഇവിടെ ടി കോഡ് OB13 ടൈപ്പ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ കൺസൾട്ടന്റ് മെനുവിൽ ആ പാത്വേ ക്ലിക്ക് ചെയ്ത് പോകേണ്ടി വരും. ഇതാണ് എളുപ്പം. ഓക്കെ, OB13. ഓക്കെ, അപ്പൊ ഇതുവരെയുള്ള സ്ക്രീൻഷോട്ട് നിങ്ങൾ ഇന്നലെ ചെയ്തിട്ടുണ്ടാവും. ബാക്കിയുള്ള നമുക്കിപ്പോൾ ചെയ്യാം. ഈ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ആണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. OB13 എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പേജ് ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇനി കഴിഞ്ഞ സ്റ്റെപ്പിൽ സിറ്റുവേഷൻ ചെയ്ത പോലെ പുതിയതൊരു സംഭവം ക്രിയേറ്റ് ചെയ്യണം. ന്യൂ എൻട്രീസ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സോ ക്ലിക്ക് ന്യൂ എൻട്രീസ്. ഓക്കെ, ന്യൂ എൻട്രീസ് ക്ലിക്ക് ചെയ്തു. ഒരു പേജ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്, ഡിസ്ക്രിപ്ഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊടുക്കണം. SAP എല്ലാം കോഡാണ്, കൊടുക്കുന്ന കോഡ് ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന കോഡ് എന്ന് പറയുന്നത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിനെ ഗ്രൂപ്പ് ചാർട്ട് ഓഫ് അക്കൗണ്ട്, അതാണ് ഫസ്റ്റ് നമ്മൾ മേജർ ഗ്രൂപ്പ്, അതാണ് ആദ്യം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന്റെ പേര് ഇങ്ങനെ കൊടുക്കുക, ഗ്രൂപ്പ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്. ഓക്കെ, കോഡ് കൊടുക്കുമ്പോൾ ഇഷ്ടമുള്ള കോഡ് കൊടുക്കുക. സെയിം കോഡ് തന്നെ ഇങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കുക. പക്ഷെ ഞാൻ സാധാരണ ചെയ്യാറുള്ളത് ഗ്രൂപ്പ് ആണെന്ന് തിരിച്ചറിയാനായിട്ട് ഏതാ ഓക്കെ, അപ്പോ ഈ ഗ്രൂപ്പ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്ന് തിരിച്ചറിയാനായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന കോഡിലൊക്കെ G എന്ന് പറഞ്ഞ ആൽഫബറ്റ് കൊടുക്കാറുണ്ട്. അതായത് ട്രെയിനിങ് സിറ്റുവേഷനിൽ ഒരു കമ്പനിയിലൊക്കെ ഇതിന് പകരം മിക്കവാറും ഇങ്ങനെ 1000 എന്നൊക്കെ പറഞ്ഞ കോഡുകളായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും INT എന്നൊക്കെ പറഞ്ഞ കോഡൊക്കെ ആയിരിക്കും. ഇവിടെ ഇപ്പോ നമ്മൾ ചെയ്യുമ്പോൾ എളുപ്പത്തിനാണ് എല്ലാം ചെയ്യുന്നത്, പിന്നീട് കാണുമ്പോൾ തിരിച്ചറിയാം. നാളെ SAP അല്ലെങ്കിൽ TCP അത് നമുക്ക് എടുക്കാം. പിക്ക് വഴിയായിട്ട് നമുക്ക് അത് പെട്ടെന്ന്. ഓക്കെ, അപ്പൊ തിരിച്ചറിയാനായിട്ട് ഇങ്ങനെ ഒരു കോഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള കോഡ് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഗ്രൂപ്പാണ് ഇപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് TTMG എന്ന് പറഞ്ഞ കോഡ് കൊടുത്തു. ഡിസ്ക്രിപ്ഷൻ ടാറ്റ മോട്ടോഴ്സ് ഗ്രൂപ്പ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്നിവിടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ലാംഗ്വേജ് നമ്മൾക്ക് പിന്നെ മനസ്സിലാവുന്ന ലാംഗ്വേജ് ഇംഗ്ലീഷാണ് സോഫ്റ്റ്വെയറിലുള്ളത്, അതുകൊണ്ട് ഇംഗ്ലീഷ് സെലക്ട് ചെയ്തു. നെക്സ്റ്റ് ഇവിടെ ഉള്ള ഒരു കാര്യമാണ് ലെങ്ത് ഓഫ് GL അക്കൗണ്ട് നമ്പർ എന്നുള്ള കാര്യം. GL അക്കൗണ്ട് നമ്പറിന്റെ അക്കം എത്രയാണ്, അതായത് മാക്സിമം ഡിജിറ്റ് എത്രയാണ്. ഈ സംഭവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല് നമ്മൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ ലെഡ്ജറുകൾ നമ്മൾ ഉണ്ടാക്കും. അപ്പോൾ ഓരോ ലെഡ്ജറിനും ഇങ്ങനെ ഒരു നമ്പർ ആയിരിക്കും SAP ഉണ്ടാവും. അതായത് ഇവിടെ കണ്ട ഒരു 1,02,000 എന്ന് പറഞ്ഞതാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇവിടെ ഉള്ളത് 1, 2, 3, 4, 5, 6 അക്കങ്ങളാണ് ഇതിൽ ഉള്ളത്. ഈ കമ്പനിയിൽ ഓരോ കോഡിനും ഉള്ളത് 6 അക്കങ്ങൾ. ഇങ്ങനെ ഡിജിറ്റ്സിന്റെ എണ്ണം എത്ര വരെ മാക്സിമം വരാം അതാണ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഇപ്പോ നമുക്കിവിടെ 6നും 0നും 1നും 10നും ഇടയിലുള്ള ഒരു നമ്പർ കൊടുക്കുക. അതായത് മിനിമം എത്ര അക്കങ്ങൾ വരണം, മാക്സിമം 10 വരെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ 1 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു അക്കമുള്ള ലെഡ്ജറുകൾ ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. അവിടെ ചെയ്യും. അല്ലെങ്കിൽ തമ്മിൽ നടന്നില്ല. താങ്ക് യു.
ഓക്കെ, അപ്പൊ 1 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ഒരക്കമുള്ള എത്ര കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും നോക്കാം. അതായത് ഇങ്ങനെ പോകുമ്പോൾ 7, പിന്നെ 8, പിന്നെ 9, ഇതുവരെ ഒറ്റ ഡിജിറ്റ് ഉള്ളൂ. ഇനി നെക്സ്റ്റ് ഒരു അക്കൗണ്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ പറ്റൂല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, എന്റെ കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന അക്കൗണ്ടുകൾ ഒരു അക്കൗണ്ട് വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്. അതായത് ഇപ്പൊ നമ്മൾ അക്കൗണ്ടുകളെ ക്രിയേറ്റ് ചെയ്ത് പോകുമ്പോൾ ഇങ്ങനെ അക്കൗണ്ട് 1, അക്കൗണ്ട് 2, അക്കൗണ്ട് 3, അങ്ങനെ നമ്മളിങ്ങനെ 9 അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. അവസാനം നമ്മൾക്ക് അക്കൗണ്ട് 10 ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ സിസ്റ്റം സമ്മതിക്കില്ല. കാരണം നമ്മൾ ലിമിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു അക്കമുള്ള ലെഡ്ജറുകൾ ഉണ്ടാക്കും എന്നാണ് സിസ്റ്റത്തിനോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ടാണ് എല്ലാവരും ഒരു 2 അല്ലെങ്കിൽ 2-ൽ കൂടുതലൊക്കെയാണ് എല്ലാവരും കൊടുക്കുന്നത്. അപ്പൊ 2 വെച്ചിട്ടുണ്ടെങ്കിൽ 2 അക്കങ്ങൾ വരും. അതായത് 10, മാക്സിമം നമുക്ക് അങ്ങനെ 99 അക്കൗണ്ട് വരെ ഉണ്ടാക്കാൻ പറ്റും. ഇനി അതിന് പകരം നമ്മളിപ്പോ 6 ആണ് കൊടുക്കുന്നതെങ്കിൽ, അതായത് ഇപ്പോ 6 എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നതെങ്കിൽ ഇങ്ങനെ 6 ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 6 ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് മാക്സിമം 6 അക്കങ്ങളുള്ള അക്കൗണ്ടുകൾ വരെ ഉണ്ടാക്കാം. അതായത് ഇപ്പോ 6-ല് മാക്സിമം ഉണ്ടാക്കാൻ പറ്റുന്നത്, ഓക്കെ, ഇതാണ് നമുക്ക് മാക്സിമം 6 അക്കത്തില് ഉണ്ടാക്കാൻ പറ്റുന്നത്. അതായത് 9,99,999 അക്കൗണ്ടുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അത്രയൊന്നും നമ്മൾ ഉണ്ടാക്കൂല ഇവിടുത്തെ ട്രെയിനിങ് സിറ്റുവേഷനിൽ. പക്ഷെ എന്നാലും ഒരു മാക്സിമം ലിമിറ്റ് എന്നുള്ള രീതിയിൽ ഇത്രയും നമ്മൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ 10 വരെ കൊടുക്കുക. നമ്മളിവിടെ ഇപ്പൊ ഒരു ഇടയിലുള്ള 6 വരെയാണ് കൊടുക്കുന്നത്. ഇനി ഇവിടെ കൺട്രോളിംഗ് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് അക്കൗണ്ടുകൾ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, നമ്മൾ തന്നെ മാനുവലി ഉണ്ടാക്കിയാണ്, സിസ്റ്റത്തിനോട് ഒന്നും ചെയ്യിപ്പിക്കുന്നില്ല. പിന്നെ ഇവിടെ താഴെ ബ്ലോക്ക്ഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതൊരിക്കലും ടിക്ക് ചെയ്യാൻ പാടില്ല, ടിക്ക് ചെയ്യണ്ട. ഇനി നെക്സ്റ്റ് ഇവിടെ ഗ്രൂപ്പ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്നുള്ളൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. അതും നിലവിൽ ഫസ്റ്റ് മേജർ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ബ്ലാങ്ക് ആയിട്ട് തന്നെ വേണം കൊടുക്കാനായിട്ട്, അതിലൊന്നും കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇതാണ് മേജർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. Create the major group as above. ഓക്കെ, അതായത് ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സേവ് ചെയ്യാം. സേവ്. ഓക്കെ, സേവ് കൊടുക്കുക. സേവ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് വരും. അതായത് ഈ മെസ്സേജ് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് എൻ്റർ അടിച്ചാൽ മതി, എൻ്റർ കീ പ്രസ് ചെയ്താൽ മതി. അപ്പൊ അത് മനസ്സിലായില്ലേ, ഇതിന്റെ സ്ക്രീൻഷോട്ടിൽ ആഡ് ചെയ്യണ്ടല്ലോ. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഇങ്ങനെ മെസ്സേജ് വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് എൻ്റർ കീ പ്രസ് ചെയ്താൽ മതി, സേവ് ആയിക്കോളും. ഓക്കെ, ഡാറ്റ സേവ് ആയി. ഇനി നെക്സ്റ്റ് നമ്മൾക്ക് വേണ്ടത് അടുത്ത കാര്യം ക്രിയേറ്റ് ചെയ്യണം. അതായത് ഈ പേജിൽ തന്നെയാണ്, അതായത് ഇത് രണ്ടും OB13 നിൽക്കുന്നത്. OB13 ആദ്യം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് നെക്സ്റ്റ് ഓപ്പറേറ്റീവ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോ ഓപ്പറേറ്റീവ് ചാർട്ട് ഓഫ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ വീണ്ടും T കോഡ് ടൈപ്പ് ചെയ്യാം. Now to create operative chart of account, either execute T code OB13 once again or click. അതായത് ഒന്നിലേക്ക് OB13 വീണ്ടും എക്സിക്യൂട്ട് ചെയ്തിട്ട് ന്യൂ എൻട്രീസ് എടുക്കുക. അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ തന്നെയാണെങ്കിൽ ഇവിടെ കണ്ടോ നെക്സ്റ്റ് എൻട്രി എന്ന് പറയുന്ന ഒരു ബട്ടൺ കിടക്കുന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്താലും മതി. യെസ്, ക്ലിക്ക് നെക്സ്റ്റ് എൻട്രി. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ നെക്സ്റ്റ് എൻട്രി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഒരു പുതിയ ബ്ലാങ്ക് പേജ് വരും. സേവ് ചെയ്തിട്ടാണ് അത് നെക്സ്റ്റ് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ കഴിഞ്ഞത് സേവ് ആയിട്ടുണ്ടാവില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാനിപ്പോ ഇവിടെ ഓപ്പറേറ്റീവ് ചാർട്ടാണ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അപ്പൊ ഇനി നെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഓപ്പറേറ്റീവ് ചാർട്ട് ഓഫ് അക്കൗണ്ട്.
അപ്പോൾ അതിന് കൊടുക്കുന്ന കോഡ് TTMO എന്ന് കൊടുക്കുകയാണ്. അതായത് ഗ്രൂപ്പിന് ഇയും ഓപ്പറേറ്റീവിന് O തിരിച്ചറിയാനായിട്ട്. ഓക്കെ, അപ്പോ TTMO പേര് ടാറ്റ മോട്ടോഴ്സ് ഓപ്പറേറ്റീവ് ചാർട്ട് ഓഫ് അക്കൗണ്ട്. ഓക്കെ, അപ്പൊ ടാറ്റ മോട്ടോഴ്സ് ഓപ്പറേറ്റീവ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തു. ലാംഗ്വേജ് ഇംഗ്ലീഷ് തന്നെ കൊടുക്കുക. നമ്പർ ഓഫ് ലെറ്റർ നേരത്തെ പറഞ്ഞ പോലെ 6 തന്നെയാണ് കൊടുക്കുന്നത്, 6. ഇവിടെ ഉള്ള ഒരു വ്യത്യാസം എന്താന്ന് വെച്ചാൽ ഇതെന്ന് പറയുന്നത് ഓപ്പറേറ്റീവ് ആണ്, അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ആണ്. നേരത്തെ ഉണ്ടാക്കിയ ഈ ഒരു ഗ്രൂപ്പിന്റെ താഴെ വരുന്ന ഒരു കാര്യമാണ് ഓപ്പറേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അതിനായിട്ടാണ് ഇവിടെ കൺസോളിഡേഷന്റെ അണ്ടറിൽ ഗ്രൂപ്പ് ചാർട്ട് ഓഫ് അക്കൗണ്ടിന്റെ കോഡ് സിസ്റ്റം ചോദിക്കുന്നത്. അതായത് വേറെ ഏതെങ്കിലും കോഡിന്റെ താഴെയാണെങ്കിൽ അതിവിടെ കൊടുക്കാം. അപ്പോ നേരത്തെ ക്രിയേറ്റ് ചെയ്ത കോഡ് ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ഫീൽഡ് സെർച്ച് ബട്ടൺ ഉണ്ട്, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ സെർവറിൽ പലരും ക്രിയേറ്റ് ചെയ്ത കോഡുകൾ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടൂല. ഈ ഒരു ഡ്രോപ്പ് ഡൗൺ ബട്ടൺ ഉണ്ട്, ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി കഴിയുമ്പോൾ കോഡ് വെച്ച് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അവിടെ TTMG ഇതായിരുന്നു എന്റെ ഗ്രൂപ്പിന്റെ കോഡ്. ആ കോഡ് ടൈപ്പ് ചെയ്ത് എന്റർ കീ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ആ കോഡ് ഇവിടെ കാണാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കോഡ് ഇവിടെ വരും. ഓക്കെ, അപ്പോ ഗ്രൂപ്പിന്റെ അണ്ടറിലാണ് ഓപ്പറേറ്റീവ് ക്രിയേറ്റ് ചെയ്യുന്നത്. മേജർ ഗ്രൂപ്പിന്റെ താഴെ സബ് ഗ്രൂപ്പ്. ഓക്കെ, അപ്പോ ഇതിൽ സ്പെസിഫൈ ദ കോഡ്സ്, ഡിസ്ക്രിപ്ഷൻ എക്സെട്ര ആൻഡ് സേവ്. ഓക്കെ, അപ്പൊ കോഡും ഇഷ്ടമുള്ള കോഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് സേവ് ചെയ്യാം. അപ്പൊ രണ്ടാമത്തെ സബ് ഗ്രൂപ്പ് ആണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതും സേവ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ നെക്സ്റ്റ് ഈ ഒരു സ്റ്റെപ്പും കൂടി ഇന്നിപ്പോ ചെയ്തിട്ട് നമുക്കൊന്ന് നിർത്താം. അതായത് ഇപ്പോൾ 6th സ്റ്റെപ്പ് അസൈൻ കമ്പനി കോഡ് ടു ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് OB62, അതാണ് നെക്സ്റ്റ് ചെയ്യേണ്ടത്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നു അതെല്ലാനും നമ്മൾ ലിങ്ക് ചെയ്യണം. അപ്പോ ലിങ്ക് ചെയ്യുമ്പോൾ എത്രാമത്തെയാണ്? 6ാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ OB62 ഇതിൽ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാർട്ട് ഓഫ് അക്കൗണ്ട്, ഇപ്പോൾ ചാർട്ട് ഓഫ് അക്കൗണ്ട് ആണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തത്, അതിനെ നമ്മളുടെ കമ്പനി ആയിട്ട്, ഇന്നലെ ക്രിയേറ്റ് ചെയ്ത കമ്പനി ആയിട്ട് ലിങ്ക് ചെയ്യും. ഓക്കെ, കാരണം സെർവറിന് അറിയില്ല ഇതെല്ലാം ഒരു കമ്പനിയുടെ താഴെ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ അത് ചെയ്യാനായിട്ട് OB62 എക്സിക്യൂട്ട് ചെയ്യാണ്. /n OB62 എന്റർ. ഓക്കെ, എന്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഈ ഒരു അസൈൻമെന്റ് പേജ് വരും. ഈ പേജിൽ നിൽക്കുമ്പോൾ ചെയ്യേണ്ടത് ക്ലിക്ക് പൊസിഷൻ ആൻഡ് സെർച്ച് ഫോർ യുവർ കമ്പനി കോഡ്. പൊസിഷൻ എന്നുള്ള ബട്ടൺ താഴെയായിട്ട് കിടക്കുന്നുണ്ടാവും. ആ പൊസിഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ കമ്പനി കോഡിനെയാണ് സെർച്ച് ചെയ്യേണ്ടത്. കമ്പനി കോഡ് മെയിൻ കമ്പനി കോഡ് ഡിഫറെന്റ് ആണെങ്കിൽ കമ്പനി കോഡ് ഇതാണ്, ഇതിനാണ് സെർച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വിൻഡോയിൽ വന്നു പൊസിഷൻ ക്ലിക്ക് ചെയ്തു, കമ്പനി കോഡിനെ സെർച്ച് ചെയ്തു. എൻ്റെ കോഡ് TTMR ആണ്. സെർച്ച് ചെയ്യുമ്പോൾ അതിന് നേർക്ക് ഇങ്ങനെ ഒരു ചാർട്ട് ഓഫ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഫീൽഡ് കാണാം. ചാർട്ട് ഓഫ് അക്കൗണ്ട്, ആ ഫീൽഡിൽ നിങ്ങളുടെ ഓപ്പറേറ്റീവ് ചാർട്ട് ഓഫ് അക്കൗണ്ടിന്റെ കോഡാണ് കൊടുക്കുക. അതായത് ഗ്രൂപ്പിന്റെ കോഡ് ഉണ്ടാവും, ഓപ്പറേറ്റീവ് ഉണ്ടാവും. നമ്മൾ കൂടുതലും യൂസ് ചെയ്യാൻ പോകുന്നത് ഓപ്പറേറ്റീവ് ആയിരിക്കും. ഉണ്ട്, ഇത് ഓപ്പറേറ്റീവ് ഉണ്ട്, ഗ്രൂപ്പിന്റെ കോഡും ഉണ്ട്. ഏതെങ്കിലും ഒരു കോഡേ കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ കൊടുക്കാൻ പോകുന്ന ഓപ്പറേറ്റീവിന്റെ കോഡാണ്. റീസൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പറേറ്റീവ് ഓൾറെഡി ഗ്രൂപ്പായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്നുണ്ട്. അപ്പൊ ഓപ്പറേറ്റീവിന്റെ കോഡ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഗ്രൂപ്പായിട്ടും സിസ്റ്റം ലിങ്ക് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സെർച്ച് ഫോർ കമ്പനി കോഡ്. ഇനി ഇവിടെ
ഞാൻ എൻ്റെ ഓപ്പറേറ്റീവ് ചാർട്ട് ഓഫ് അക്കൗണ്ടിന്റെ കോഡാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സ്പെസിഫൈ യുവർ ഓപ്പറേറ്റീവ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്. ഓപ്പറേറ്റീവ് ചാർട്ട് ഓഫ് അക്കൗണ്ടിന്റെ കോഡാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് സേവ് ചെയ്യാം. കൺട്രോൾ എസ്. ഓക്കെ, അപ്പോൾ ആ ഒരു അസൈൻമെന്റ് അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് ഈ 2 സ്റ്റെപ്പ് മാത്രമേ ഇപ്പൊ നമ്മൾ പറയുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അഫ്സലാണെങ്കിൽ ആ ഒരു എക്സ്റ്റൻഡ് എക്സാം അറ്റൻഡ് ചെയ്യുക. നിങ്ങളുടെ വർക്ക് തീരുന്നതിനനുസരിച്ച് നോക്കാം. ഓക്കെ, അപ്പൊ ഇന്ന് ഇപ്പോൾ ഈ ഒരു 5th സ്റ്റെപ്പും 6th സ്റ്റെപ്പും ഒന്ന് ചെയ്യാം. ആ PDF ഞാനിപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ട് ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ നോക്കിയിട്ട് ചെയ്യാം. പിന്നെ ഇടയ്ക്ക് സ്ക്രീൻ ലോക്കിങ് പറയുകയാണെങ്കിൽ സ്വന്തമായിട്ട് ഒന്ന് അൺലോക്ക് ചെയ്യാൻ നോക്കാം. ഓക്കെ, എന്താണ് സ്ക്രീൻ ലോക്ക് എന്നുള്ള ഒരു ഐഡിയ കിട്ടിയില്ല, ചെയ്തോ.